ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ ഗേൾസ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരു വാർത്ത ഞാൻ അറിഞ്ഞത്, ഒരു ടീച്ചറിനെ പൈസയ്ക്കും സ്വർണത്തിനും വേണ്ടി ഒരു ടീച്ചറെ കൊലപ്പെടുത്തിയത് വിദ്യാർത്ഥികൾ. 17 വയസ്സ്. രണ്ടാമത് ഒരു വയോധികയായ അമ്മയെ ട്രെയിനിലേക്ക് തള്ളിയിട്ട് കൊന്നു. മൂന്നാമത് അച്ഛന് കൊട്ടേഷൻ കൊടുത്ത് 13 വയസ്സുകാരി. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ തലമുറ, എൻ്റെ ചിന്താഗതി, അവരിൻ്റെ വിവരവും വിദ്യാഭ്യാസവും, ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ഇങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഇനി അവർക്ക് എവിടെയാണ് നല്ല വിദ്യാഭ്യാസവും നല്ല വിവരവും പണ്ടത്തെ പോലെ കിട്ടുന്നത്? അതിനൊരു കാരണം എന്താണെന്നറിയോ? ടീച്ചർമാർ തന്നെ ഈ സ്കൂളിൽ ലഹരി വസ്തുക്കൾ കൊടുക്കുമ്പോൾ പിന്നെ ആരോട് പോയിട്ടാവില്ല അത് പറയുന്നത്? അച്ഛനമ്മമാർ മക്കൾ നന്നാവാൻ ടീച്ചറിൻ്റെ അടുത്ത് വിടുന്നു. ടീച്ചർമാർ ഈ സ്കൂളിൽ എല്ലാ ടീച്ചർമാരെയല്ല, എല്ലാ മാഷന്മാരെയല്ല, എല്ലാ മക്കളെയും അല്ല, എല്ലാ അച്ഛനും അമ്മയല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയാണ്. ഓക്കെ, ഈ സ്കൂളിലെ ടീച്ചർമാർ തന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അവരിന് ടീച്ചർ എന്ന് പറയണോ, ഇല്ലെങ്കിൽ സാമൂഹിക ദ്രോഹികൾ എന്ന് പറയണോ? ഇങ്ങനെയുള്ള ആൾക്കാർ. ഇല്ലെങ്കിൽ മക്കൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെയും കൊല്ലുന്നു, അവരിനെ എന്ത് നമ്മൾ വിളിക്കണം? സാമൂഹിക ദ്രോഹികൾ എന്ന് പറയണോ? ഗുരുനാഥികൾ ടീച്ചർമാരിനെ മാഷന്മാരിനെ കൊല്ലുന്നു, അവരിനെ എന്താ പറയുക? ഒരു സ്റ്റുഡൻറ്റ്, അച്ഛനും അമ്മ കഴിഞ്ഞാൽ നമ്മളുടെ സ്കൂളിലെ ടീച്ചർമാരും മാഷന്മാരാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഗുരുനാഥൻ. മാതാവ്, പിതാവ്, ഗുരു, ദൈവം അപ്പോഴും 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് അച്ഛനെയും അമ്മയും ഗുരുനാഥന്മാരെയും എല്ലാവരെയും കൊല്ലുന്ന ഒരു പ്രവണത വന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തത്, അത് ചെയ്യാനുള്ള പ്രേരണ അവർക്ക് എന്താ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ്. 17 വയസ്സ് ഇപ്പോൾ ആ ടീച്ചറിനെ കൊന്നു, ഇല്ലെങ്കിൽ അച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു എന്ന് പറയുന്ന ഈ 17 വയസ്സ്, 13 വയസ്സ്, 14 വയസ്സായ പിള്ളേരിനെ ഈ സ്കൂൾ ജനയേന്ദ്രം മുറിച്ചു, ഒരു കുട്ടിൻ്റെ ഡാഷ് മുറിച്ച് കളഞ്ഞു കുറേ വിദ്യാർത്ഥികൾ കോളേജിൽ. അപ്പോൾ അവർക്കും 10-17 വയസ്സായ പിള്ളേരാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവരെ 10-17 വയസ്സാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് ഇളവ് കൊടുത്തിട്ട് അവരിനെ ചെറിയ കുട്ടികളുടെ ജയിലിലാക്കിയിട്ട് അവർ തിരുന്തെന്നാണോ ഗവൺമെൻറ് വിചാരിച്ചിരിക്കുന്നത്? അവർ ഇതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവരിൻ്റെ പേടി മാറിപ്പോയി. അവർക്ക് പേടിയില്ല, നിയമത്തെ പേടിയില്ലാത്തതും ഗവൺമെൻറ്റിനെ പേടിയില്ലാത്തതും പോലീസിനെ പേടിയില്ലാത്തതും, ഞങ്ങൾക്ക് ഇന്നത് ചെയ്താൽ ഇത്രയേ ശിക്ഷ കിട്ടുള്ളൂ, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾക്ക് തിരിച്ച് നല്ല രീതിയിൽ തിരിച്ച് വരാമെന്നും. എങ്ങനെ? ഒരു ഡോക്ടറിനെ കൊന്നില്ലായിരുന്നോ? അവൻ കല്യാണച്ചക്കനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു പോസ്റ്റിൽ. അപ്പോൾ അതുപോലെ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് ഇത്രയൊക്കെ ശിക്ഷ കിട്ടുള്ളൂ ഈ ഇന്ത്യയിൽ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്രമാത്രം കൊലപാതകങ്ങൾ, പിടിച്ചുപറി, പീഡനം എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പാട്ടാണ് ആ കുട്ടിൻ്റെ ഇവന്മാരെ അടിച്ച് തകർത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നിയമത്തിൽ എത്ര പേര് ആ കുട്ടിനെ അത് ചെയ്തിട്ടുണ്ടോ, അവൻ്റെ ജീവിതത്തിനെ നശിപ്പിച്ചിട്ടുണ്ടോ, അതേപോലെ അവന്മാരിൻ്റെയും ഡാഷിനെ മുറിച്ച് കളയണം. എന്നാലേ അവർക്ക് ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഒരു കുട്ടിൻ്റെ വേദന ഒരച്ഛനും അമ്മയും പിന്നെ പോട്ടേന്ന് വയ്ക്കും. പക്ഷേ ഒരു കുട്ടി, എല്ലാ ആൺകുട്ടികളും ജീവിക്കുമ്പോൾ ആ കുട്ടിൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലത്തെ വേദന അറിയണമെങ്കിൽ ആ ചെയ്തവന്മാർക്ക് ശിക്ഷ അത് തന്നെ കൊടുക്കണം. 2, ഒരു ഗുരുനാഥൻ, അതായത് ഒരു ടീച്ചറിനെ കൊന്നു എന്ന് പറയുമ്പോൾ ആ 3-4 പിള്ളേർ ഇനി തിരുന്തിയിട്ട് വന്നിട്ട് അവർ ഇനി പഠിക്കും, അവർ മാറും എന്ന് പറഞ്ഞ് അവരിനെ ചെറിയ കുട്ടികളുടെ ജയിലിൽ കൊണ്ടാക്കിയിട്ട് തിന്നാനും കൊടുത്ത് കൊഴുപ്പെടുത്തിട്ട് വിട്ടാക്കിയിട്ട് അവർ ഈ ലോകത്തിൽ വന്നിട്ട് വല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഉണ്ടാകുമോ? അവരിത് തന്നെ വീണ്ടും ചെയ്യും. കാരണം നിയമത്തിന് പേടിയില്ല.
അതുപോലെ ഒരു അച്ഛനും അമ്മനെ ട്രെയിനിൽ തള്ളിയിട്ട് കൊന്നു എന്ന് പറഞ്ഞു വരുന്നത്. അവനെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളുടെ പണം കൊടുത്ത് നീതി പണം കൊണ്ട് തീറ്റിപ്പൊറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് അവൻ തിരുന്തുമെന്നാണോ നിങ്ങളുടെ കണക്കൂട്ടൽ? ഒരിക്കലും തിരുന്നില്ല അവർ. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ ജയിലിലുണ്ട്. തീറ്റ, കുടി, ഫോണ്, വലിക്കൽ, പെണ്ണ്, ആണ് എല്ലാം കിട്ടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ജയിലിൽ. അതുകൊണ്ട് സുഖമായ ജീവിതം ഇന്ന് ജയിലിലാണ്, പുറത്തല്ല, ഉള്ളിലാണ്. പണ്ടാണ് ജയിലിൽ പോകുക പറയുമ്പോൾ പേടിയുണ്ടാകണം. ഇന്നത്തെ കാലത്ത് ആർക്കും പേടിയില്ല ജയിലിൽ പോകാൻ. ഇപ്പം അച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു എന്ന് പറയുന്ന ആ പെണ്ണിന് എത്ര വയസ്സായിട്ടുണ്ട്? ഈ പ്രായത്തിൽ അവളുടെ തലൻ്റെ ഉള്ളിൽ ആ ഒരു ക്രിമിനൽ ബുദ്ധി വരണമെങ്കിൽ അവൾ നാളെ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിയമം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ 6 പേരിനെ കൊന്ന ജോളിയില്ലേ, ഇല്ലെങ്കിൽ ഷാരൂൺ വധക്കേസിൽ അവൾ, അതിൻ്റെ അപ്പുറവും ആ പെൺകുട്ടി ഇനിയാവും. തക്കതായ ശിക്ഷ നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കാനുള്ള ഒരു നിയമം വന്നില്ലെങ്കിൽ ഇനിയും ഇത് നശിച്ചുകൊണ്ടേയിരിക്കും. നഷ്ടപ്പെടുന്നത് സ്വന്തം അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് അച്ഛനും അമ്മ. ടീച്ചറിൻ്റെ അത് എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവരിൻ്റെ ശാപം ആ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണ് ചെയ്തതെന്നുള്ള ആ ഒരു നിമിഷം ടീച്ചർ ചിന്തിച്ച ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഒരിക്കലും ആ കുട്ടികൾക്ക് ശാപമോക്ഷം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിയമം കൊടുക്കുമായിരിക്കും ഇളവിൽ, പഠിക്കുന്ന കുട്ടികളാണെന്ന് ഓർക്കും. പക്ഷെ ദൈവം എന്നൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഈ മീഡിയയിൽ കുറേ പട്ടി കുരയ്ക്കും പോലെ കുരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിയമം മാറണം, വ്യവസ്ഥ മാറണം. എന്നാലേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വരുള്ളൂ. എല്ലാത്തോടത്തോളം കാലം ഒരിക്കലും ഇനി നമ്മുടെ സമൂഹത്തിൽ സന്തോഷമായി സമാധാനമായി ജീവിക്കുക എന്ന് ആരും കരുതണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓക്കെ.